പശ്ചിമേഷ്യയിൽ ഇറാനെ വേട്ടയാടാൻ ഇറങ്ങിയ അമേരിക്കൻ സൈന്യത്തിന് ഇപ്പോൾ സ്വന്തം നിഴലിനെ പോലും പേടിക്കേണ്ട അവസ്ഥയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അദൃശ്യ വിമാനമെന്ന് അമേരിക്ക അഹങ്കരിക്കുന്ന B-2 സ്റ്റെൽത്ത് ബോംബറുകളുടെ സിഗ്നലുകൾ വരെ തങ്ങൾ ചോർത്തിയിട്ടുണ്ട് എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ചൈന. അതെ, പശ്ചിമേഷ്യയിൽ ചോര വീഴുമ്പോൾ അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ചൈനയാണ്. ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോയ അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബറുകളുടെ റേഡിയോ സന്ദേശങ്ങൾ ദൗത്യം കഴിഞ്ഞ് മടങ്ങവേ ചോർത്തി എന്നാണ് ചൈനീസ് സൈന്യവുമായി അടുത്ത ബന്ധമുള്ള ജിങ്കാൻ ടെക്നോളജി അവകാശപ്പെടുന്നത്. ഇത് മാത്രമല്ല, മിസാർ വിഷൻ എന്ന മറ്റൊരു ചൈനീസ് കമ്പനി ഇസ്രയേലിലെ ഓഫ് ദ എയർബേസിനടക്കം നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ പോർ വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ പുറത്തുവിടുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ അമേരിക്കൻ GPS-ന് പകരം ചൈനയുടെ സ്വന്തം ബെയ്ഡോ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് ഇറാൻ ഇപ്പോൾ കൃത്യതയോടെ ഇസ്രയേലിലും മറ്റും അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ചൈനയുടെ ഈ സൈബർ സാങ്കേതിക ഇടപെടലുകൾ കാരണം അമേരിക്കൻ വിമാനങ്ങളും സേനയും ഇപ്പോൾ കടുത്ത ജാഗ്രതയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ വലിയൊരു ഭൗമരാഷ്ട്രീയ കളിയുണ്ട്. ഈ യുദ്ധം നീണ്ടുപോകുന്നത് ചൈനയ്ക്കും റഷ്യയ്ക്കും വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. യുദ്ധം മുറുകുമ്പോൾ ആഗോള വിപണിയിൽ റഷ്യൻ എണ്ണയ്ക്കുള്ള ഡിമാൻഡ് കുതിച്ചുയരുകയാണ്. ഇതിനോടകം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ എണ്ണയ്ക്ക് മേലുള്ള ആഗോള ഉപരോധം എടുത്തു മാറ്റിക്കഴിഞ്ഞു. ഇതിനെതിരെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ അമേരിക്കയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ രണ്ട് മനസ്സാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വിതരണം നടത്തുന്ന പൈപ്പുകൾ നന്നാക്കിയാൽ മാത്രമേ റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിൽ ഇനി യുക്രൈനെ പിന്തുണയ്ക്കൂ എന്നാണ് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ നിലപാട്. ഈ പൈപ്പുകളെല്ലാം യുക്രൈൻ വഴിയാണ് യൂറോപ്പിലേക്ക് വരുന്നത്. പ്രതിദിനം $150 മില്യൺ റഷ്യ ഇപ്പോൾ എണ്ണ വിൽപ്പനയിലൂടെ മാത്രം നേടുന്നത്. ഈ പണമൊഴുക്ക് വെച്ച് വെറും 3 മാസം കൊണ്ട് യുദ്ധനഷ്ടങ്ങളെല്ലാം നികത്തി റഷ്യ വീണ്ടും കരുത്തരാകുമെന്നത് ഉറപ്പാണ്. മറുവശത്ത് ഈ യുദ്ധം നീണ്ടുപോകുന്നതിൽ ചൈനയ്ക്കും അവരുടേതായ വ്യക്തമായ താല്പര്യങ്ങളുണ്ട്. അമേരിക്കയുടെ ശ്രദ്ധ മുഴുവൻ പശ്ചിമേഷ്യയിലും ഇറാനിലുമാകുമ്പോൾ ചൈനയ്ക്ക് തങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം നടപ്പിലാക്കാൻ ഒരു സുവർണ അവസരം ലഭിക്കുകയാണ്. അമേരിക്ക ഇറാനുമായി തിരക്കിട്ട യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആ ഗ്യാപ്പിൽ അമേരിക്കയുടെ യാതൊരു ഭീഷണിയും ഇല്ലാതെ ഇടപെടലും ഇല്ലാതെ തന്നെ ചൈനയ്ക്ക് തായ്വാനെ ആക്രമിക്കാൻ സാധിക്കും. അതാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് എണ്ണ ഒഴിക്കാൻ ചൈനയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ചൈനയും റഷ്യയും ഇറാനെ പിന്തുണയ്ക്കുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് സ്വന്തം ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ്. ഭൗമരാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. എല്ലാ രാജ്യങ്ങളും അവരുടേതായ താല്പര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. ആ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളും ശത്രുക്കളും പോലും രൂപപ്പെടുന്നത്. അതല്ലാതെ ഭൗമരാഷ്ട്രീയത്തിൽ ശാശ്വതമായ മിത്രങ്ങളോ ശത്രുക്കളോ ഒന്നും തന്നെ ഇല്ല. നമ്മുടെ രാജ്യവും നമ്മുടെ ദേശീയ താല്പര്യങ്ങൾക്ക് മാത്രമാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇന്ത്യ ഇറാനെയോ അമേരിക്കയോ ഇസ്രയേലിനെയോ ഒന്നും തന്നെ അന്ധമായി പിന്തുണയ്ക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ച് കൃത്യമായി നിഷ്പക്ഷ നിലപാട് തുടരുന്നത്. കാരണം നമുക്ക് ഇറാനെയും ആവശ്യമുണ്ട്, ഇസ്രയേലിനെയും ആവശ്യമുണ്ട്, അമേരിക്കയും ആവശ്യമുണ്ട്. അത്ര തന്നെ.